അല്ല ബില്ലിന്റെ അല്ല സിസ്റ്റർ, അച്ഛന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല ഇവിടെ ആള് വേണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ സിസ്റ്റർ അച്ഛനില്ലാത്തതാണ്, അപ്പോൾ സിസ്റ്റർ അച്ഛനെ നോക്കുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. 3 ദിവസം കിടക്കേണ്ടി വരുമെന്നാ പറയണ എല്ലാം നോക്കാൻ. അല്ല എന്താ സുഖം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു സൗകര്യം ഇല്ലടാ മോനെ. മോൻ ധൈര്യമായിട്ട് പൊക്കോ. പിന്നെ വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? വേറെ ഈ ശ്വാസം മുട്ടുണ്ട്. ശ്വാസം മുട്ടുണ്ടല്ലേ? അതൊക്കെ ഇടക്കിടക്ക് ഉള്ളു ഡോക്ടറെ. ഇടയ്ക്കിടയ്ക്കുള്ള ശ്വാസം മുട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ECG എടുക്കാം. സാറേ അപ്പൊ എക്കോയും കൂടെ വേണ്ടി വരും. അയ്യോ, എക്കോ എടുക്കണമെങ്കിൽ പിന്നെ TMT വേണ്ടേ സിസ്റ്ററെ? വേണം. TMT. അപ്പോൾ TMT ട്രെഡ്മിൽ ടെസ്റ്റ്, അപ്പോൾ ECG, എക്കോ, TMT. പിന്നെ ഈ കുളിമുറിയിൽ കുളിക്കാനായിട്ട് കയറുമ്പോൾ മൂത്രശങ്ക വല്ലതും ഉണ്ടോ? ഉണ്ടല്ലേ? മൂത്രമൊഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതെല്ലാവർക്കും ഉള്ളതല്ലേ ഡോക്ടറെ. ബാത്റൂമിൽ കയറി കഥ കടച്ചൊന്നും മൂത്രമൊഴിക്കാൻ തോന്നാത്ത ആർക്കാണ്? അതൊക്കെ അച്ഛൻ്റെ ഓരോ തോന്നലാണ്. തോന്നലാണെങ്കിൽ തലച്ചോറിന് എന്തോ പ്രശ്നം ഉണ്ടാവും. ആണെങ്കിൽ നമുക്കൊരു MRI കൂടി എടുക്കേണ്ടി വരും. സാറേ അപ്പൊ EG കൂടെ വേണ്ടേ? സോറി സിസ്റ്റർ, ഞാൻ വിട്ടുപോയി. EG എടുക്കേണ്ടി വരുമല്ലോ. വേണം. അപ്പോൾ EG, MRI. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനെ 3 ദിവസം കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റില്ല. നമുക്ക് ഈ ടെസ്റ്റ് എല്ലാം നടത്തണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും അച്ഛനെ ഇവിടെ കിടത്തേണ്ടി വരും. എന്ത് പറയുന്നു? അതെ, എന്തെങ്കിലും തൽക്കാലമുള്ള ഒരു ഗുളിക എഴുതി തന്നാൽ വാങ്ങി വീട്ടിൽ പോയി കഴിച്ച് നോക്കിയിട്ട് ചെയ്താൽ പോരെ? മതിയോ? അതെന്തിനാ അങ്ങനെ? അസുഖം എന്താണെന്ന് തിരിച്ചറിയണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ മറ്റേ മെഡിക്കൽ ഇൻഷുറൊക്കെ ചേർന്നത്. 2 ആഴ്ച കിടക്കേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇപ്പോൾ ഒരാഴ്ച മതി. ഒരാഴ്ച കിടന്ന് നമ്മൾ അച്ഛനെ മിടുക്കനാക്കി അങ്ങ് തിരിച്ചു. അപ്പൊ അസുഖം എന്താന്നൊക്കെ അറിഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? പേടിക്കണ്ടേ, എല്ലാം ഞങ്ങൾക്ക് ശരിയാക്കി അങ്ങ് തരും. എന്നാ അഡ്മിറ്റ് ചെയ്തോ. ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നണല്ലേ എന്നോട് സംസാരിച്ചപ്പം? ഒരാഴ്ച എന്നോട് സംസാരിക്കുമ്പം മിടുക്കനാവും, ക്ഷണക്കുട്ടനാവും കേട്ടോ. മുമ്പൊക്കോ ബാക്കി അവിടെ ഒന്ന് പൂരിപ്പിച്ചെല്ലാം കൊടുത്തിട്ട് സിസ്റ്ററെ എന്റെ ഏർപ്പാടൊക്കെ. ഒരാഴ്ചക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരണം. ഓക്കെ. കണ്ണീ കണ്ടതൊക്കെ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞപ്പോ സമാധാനമായല്ല. എല്ലാം ഡോക്ടറോട് എല്ലാം ഉണ്ട്. വയറ് നിറഞ്ഞ അപ്പൊ തന്നെ കക്കൂസെ പോകാൻ തോന്നുന്നു. പുതിയ തലമുറയിലെ മക്കൾക്കുണ്ടല്ലോ അച്ഛന്മാരോടൊന്നും ഒരു പ്രതിബദ്ധതയില്ല. സാറേ മനസ്സ് മാറ്റുന്നതിന് മുമ്പ് ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് പേഴ്സ് പോയാ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കോള. ഹലോ. ഏതാ റൂം നമ്പർ ഏതാ? 113. അല്ല 113. നിങ്ങളിത് രാവിലെ അല്ലേ അഡ്മിറ്റ് ആയത്? ഇങ്ങനെ ഡിസ്ചാർജാ? മറിമായം.